ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഈ വീഡിയോയിൽ നമ്മൾ ടൈപ്സ് ഓഫ് കീസ് ഇൻ റിലേഷണൽ മോഡൽ എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. റിലേഷണൽ മോഡൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഡേറ്റാ ബേസിൽ ഡേറ്റ ടേബിൾ ഫോമാറ്റിൽ അല്ലെങ്കിൽ റിലേഷൻസ് ആയിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇപ്പൊ ടേബിൾസ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഡേറ്റ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരിക്കുക റോസ് ആയിട്ടും അതുപോലെ തന്നെ കോളംസ് ആയിട്ടും ആയിരിക്കും. ഓക്കെ, അതുവഴി നമുക്ക് ഡേറ്റ ഈസിലി ആക്സസ് ചെയ്യാനൊക്കെ സാധിക്കും. സോ ഈ റിലേഷണൽ മോഡലിലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കീസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. റിലേഷണൽ ഡേറ്റാബേസ് മോഡലിലെ ഒരു ബേസിക് റിക്വയർമെന്റ് ആണ് ഈ കീസ് എന്ന് പറയുന്നത്. എന്തിനാണ് നമ്മൾ കീസ് യൂസ് ചെയ്യുന്നത്? ടു ഐഡന്റിഫൈ ടപ്പിൾസ്. ടപ്പിൾസ് എന്ന് പറഞ്ഞാൽ റോസിന് പറയുന്ന മറ്റൊരു പേരാണ് ടപ്പിൾസ്. ടേബിളിനകത്തുള്ള ടപ്പിൾസിനെ അല്ലെങ്കിൽ റോസിനെ യൂണീക്ലി ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കീസ് യൂസ് ചെയ്യുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കീസ് ഉണ്ട്, ലൈക് സൂപ്പർ കീ, കാൻഡിഡേറ്റ് കീ, പ്രൈമറി കീ, ഓൾട്ടർനേറ്റ് കീ, ഫോറിൻ കീ, കോമ്പോസിറ്റ് കീ. ഇത്രയും കീസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്നും നോക്കാം. ഫസ്റ്റ് വൺ ഈസ് സൂപ്പർ കീ. സൂപ്പർ കീ എന്ന് പറയുമ്പോൾ ഒരു ടപ്പിളിനെ യുണീക്ലി ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ്. ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ കോളംസിന്റെ മറ്റൊരു പേരാണ് കേട്ടോ. സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സിനെയാണ് നമ്മൾ സൂപ്പർ കീ എന്ന് പറയുന്നത്. അതൊരു സിംഗിൾ കീ ആവാം, അല്ലെങ്കിൽ ഒരു മൾട്ടിപ്പിൾ കീസിന്റെ ഒരു ഗ്രൂപ്പ് ആവാം. അതുവഴി നമുക്ക് ടേബിളിലുള്ള ഒരു റോ യൂണീക്ലി ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇതിനകത്ത് ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. നമുക്കൊരു സ്റ്റുഡൻറ് എന്ന് പറയുന്ന ടേബിൾ തന്നിട്ടുണ്ട്. സ്റ്റുഡൻറ് നമ്പർ, സ്റ്റുഡൻറ് നെയിം, അഡ്രസ്, ഫോൺ, ഇത്രയും കോളംസ് ആണ് ഉള്ളത്. സൂപ്പർ കീസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു, എ ഗ്രൂപ്പ് ഓഫ് സിംഗിൾ ഓർ മൾട്ടിപ്പിൾ കീസ് ദാറ്റ് ഐഡന്റിഫൈസ് റോസ് ഇൻ എ ഗ്രൂപ്പ്. ഈ ടേബിളിനകത്തുള്ള ഓരോ റോനെയും യുണീക്ലി ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സിംഗിൾ കീ അല്ലെങ്കിൽ സിംഗിൾ ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സിനെയാണ് നമ്മൾ സൂപ്പർ കീ എന്ന് പറയുന്നത്. സ്റ്റുഡന്റ് നമ്പർ മാത്രം വേണമെങ്കിൽ ഒരു സൂപ്പർ കീ ആണെന്ന് നമുക്ക് പറയാം. അതാണ് ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത്. സ്റ്റുഡന്റ് നമ്പർ ഇറ്റ്സ് എ സൂപ്പർ കീ. ഇനി സ്റ്റുഡന്റ് നമ്പറിന്റെയും അതുപോലെ ഫോൺ നമ്പറിന്റെയും ഒരു കോമ്പിനേഷൻ എടുത്തിട്ട് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഈ ഓരോ റോനെയും, ഈ ടേബിളിനകത്തുള്ള സ്റ്റുഡന്റ് ടേബിളിനകത്തുള്ള ഓരോ റോനെയും യൂണീക്ലി ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. സിമിലർലി സ്റ്റുഡന്റ് നമ്പറും സ്റ്റുഡന്റ് നെയിമും കൂടിയുള്ള ഒരു കോമ്പിനേഷൻ എടുത്താലും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഈ സ്റ്റുഡന്റ് ടേബിളിലെ ഓരോ കോളംസും യൂണീക്ലി ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഇതിന് എക്സാമ്പിൾ ആണ്. ഇനി വേണമെങ്കിൽ എനിക്ക് പറയാം സ്റ്റുഡന്റ് നമ്പറും സ്റ്റുഡന്റ് നെയിമും അഡ്രസ്സും അത് വേണമെങ്കിൽ ഒരു കോമ്പിനേഷൻ ആയിട്ട് എടുക്കാം. വേണമെങ്കിൽ സ്റ്റുഡന്റ് നമ്പർ, സ്റ്റുഡന്റ് നെയിം, അഡ്രസ്സ്, ഫോൺ നമ്പർ, അത്രയും എനിക്ക് വേണമെങ്കിൽ ഒരു കോമ്പിനേഷൻ ആയിട്ട് എടുക്കാം. ഇതൊക്കെ സൂപ്പർ കീസിൽ പെടുന്നതാണ്. ഓക്കെ, സോ സൂപ്പർ കീ എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് ഓഫ് സിംഗിൾ ഓർ മൾട്ടിപ്പിൾ കീസ് ദാറ്റ് ഐഡന്റിഫൈസ് റോസ് ഇൻ എ ടേബിൾ. ഓക്കെ, ഇനി ഒരു പോയിന്റ് സൂപ്പർ കീനെ കുറിച്ച് പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടത് നൾ വാല്യൂസ്. നൾ വാല്യൂസ് സൂപ്പർ കീ സപ്പോർട്ട് ചെയ്യോ ഇല്ലേ എന്നുള്ളത്. ഓഫ് കോഴ്സ് ഇറ്റ് സപ്പോർട്ട്സ് നൾ വാല്യൂസ്. ഓക്കെ, അതായത് സൂപ്പർ കീ വാല്യൂസ് മേ ഓൾസോ ബി നൾ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ സൂപ്പർ കീനെ കുറിച്ച്? ഇനി നമുക്ക് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് കീ നോക്കാം, വിച്ച് ഇസ് കാൻഡിഡേറ്റ് കീ. കാൻഡിഡേറ്റ് കീ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സബ്സെറ്റ് ഓഫ് സൂപ്പർ കീ. നമുക്ക് വേണമെങ്കിൽ മിനിമൽ സൂപ്പർ കീ എന്നൊക്കെ പറയാം. ഓക്കെ, മിനിമൽ സൂപ്പർ കീനെയാണ് കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത്. അതായത് മിനിമൽ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ്. നേരത്തെ നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ആട്രിബ്യൂട്ട്സ് ആണ് കൺസിഡർ ചെയ്തിരുന്നത്. വേണമെങ്കിൽ അതൊരു സിംഗിൾ കീ ആവാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആട്രിബ്യൂട്ട്സിന്റെ ഒരു ഗ്രൂപ്പ് ആവാം. എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? നമ്മുടെ ടേബിളിനകത്തുള്ള ഓരോ റോയും യൂണീക്ലി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായിരുന്നു നമ്മൾ സൂപ്പർ കീസിനകത്ത് പറഞ്ഞിരുന്നത്. പക്ഷെ കാൻഡിഡേറ്റ് കീ എന്ന് പറയുമ്പോൾ മിനിമൽ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ദാറ്റ് ക്യാൻ യൂണീക്ലി ഐഡന്റിഫൈ എ ടപ്പിൾ. ഒരു റോനെ യൂണീക്ലി ഐഡന്റിഫൈ ചെയ്യാനായിട്ട്, ഈ ഒരു ടേബിളിൽ നിന്ന് ഒരു റോനെ യൂണീക്ലി ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആട്രിബ്യൂട്ട്സിന്റെ മിനിമൽ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ്, അതാണ് കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത്. കാൻഡിഡേറ്റ് കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഡെഫിനേഷൻ നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു, മിനിമൽ സൂപ്പർ കീ ആണ്. അതായത് സൂപ്പർ കീ വിത്ത് നോ റിപ്പീറ്റഡ് ഡേറ്റ, അതാണ് കാൻഡിഡേറ്റ് കീ.
അപ്പോൾ നിങ്ങൾക്ക് ഈ ഡെഫിനിഷൻസ് ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് തിരിച്ചും മറിച്ചും തന്നിട്ട് ചോദിക്കും. അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റഡ്ലി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. മിനിമൽ സൂപ്പർ കീയെയാണ് കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിക്കൊള്ളുന്നത് അത് റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി നെക്സ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റിൽ തരികയാണ് സൂപ്പർ കീ വിത്ത് നോ റിപ്പീറ്റഡ് ഡേറ്റ ഈസ് കോൾഡ് എ കാൻഡിഡേറ്റ് കീ. ട്രൂ ആണോ ഫോൾസ് ആണോ? ട്രൂ ആണ്. ഓക്കെ. അതുപോലെ തന്നെ വേറൊരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ മിനിമൽ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ദാറ്റ് ക്യാൻ യുണീക്ലി ഐഡന്റിഫൈ എ റെക്കോർഡ്. റെക്കോർഡ് എന്ന് പറയുമ്പോൾ ഒരു റോയെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ടേബിളിനകത്തുള്ള ഒരു റോനെയാണ് റെക്കോർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇതിനകത്ത് ഒരു കാര്യം ഉറപ്പിക്കേണ്ടത്, കാൻഡിഡേറ്റ് കീ എന്ന് പറയുമ്പോൾ ഇറ്റ് മസ്റ്റ് കണ്ടെയ്ൻ യുണീക്ക് വാല്യൂസ്. ഇതൊരു മിനിമൽ സൂപ്പർ കീ ആണ്. സൂപ്പർ കീ നൾ വാല്യൂസ് സപ്പോർട്ട് ചെയ്യും. സിമിലർലി കാൻഡിഡേറ്റ് കീ ക്യാൻ ഓൾസോ കണ്ടെയ്ൻ നൾ വാല്യൂസ്. അതുപോലെ ഒരു ടേബിളിന് അറ്റ്ലീസ്റ്റ് ഒരു സിംഗിൾ കാൻഡിഡേറ്റ് കീ എങ്കിലും ഉണ്ടായിരിക്കണം. അതായത് എവ്രി ടേബിൾ മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് എ സിംഗിൾ കാൻഡിഡേറ്റ് കീ. പക്ഷെ വേണമെങ്കിൽ മൾട്ടിപ്പിൾ കാൻഡിഡേറ്റ്സും പോസിബിൾ ആണ് ഒരു ടേബിളിൽ കേട്ടോ. ഒരു ടേബിളിൽ ഒരു കാൻഡിഡേറ്റ് കീ അല്ല, മൾട്ടിപ്പിൾ കാൻഡിഡേറ്റ് കീസ് പോസിബിൾ ആണ്. നേരത്തെ എക്സാമ്പിൾ തന്നെ നമുക്ക് എടുക്കാം. സ്റ്റുഡന്റ് ടേബിൾ ഉണ്ട്. നേരത്തെ ആ സെയിം ടേബിൾ തന്നെ സൂപ്പർ കീസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞ സെയിം ടേബിൾ തന്നെ അതിൽ സൂപ്പർ കീസ് നമുക്കറിയാം. സ്റ്റുഡന്റ് നമ്പർ മാത്രം വേണമെങ്കിൽ ഒരു സൂപ്പർ കീ ആ, സ്റ്റുഡന്റ് നമ്പറും ഫോൺ നമ്പറിന്റെ ഒരു കോമ്പിനേഷൻ ഒരു സൂപ്പർ കീ ആ, സ്റ്റുഡന്റ് നമ്പറും സ്റ്റുഡന്റ് നെയിമും കൂടെ ഒരു കോമ്പിനേഷൻ എടുക്കുമ്പോൾ ഒരു സൂപ്പർ കീ ആയിട്ട് ആക്ട് ചെയ്യും. നമ്മൾ പറഞ്ഞു മിനിമൽ സൂപ്പർ കീനെയാണ് കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത്. ഇതിലെ മിനിമൽ സൂപ്പർ കീ എന്ന് പറയുന്നത് ഏതാണ്? സ്റ്റുഡന്റ് നമ്പർ അല്ലേ. സോ സ്റ്റുഡന്റ് നമ്പർ ഇൻ സ്റ്റുഡന്റ് ഈസ് എ കാൻഡിഡേറ്റ് കീ. ഓക്കെ. ഈ കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത് സിമ്പിൾ ആവാം, കോമ്പോസിറ്റ് ആവാം. സിമ്പിൾ എന്ന് പറയുമ്പോൾ സിംഗിൾ ആട്രിബ്യൂട്ട് മാത്രം അല്ലെങ്കിൽ സിംഗിൾ കീ മാത്രം ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനകത്ത് യുണീക്ലി റോസ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുള്ളൂ. ബട്ട് ഇൻ കേസ് ഓഫ് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ വൺ ആട്രിബ്യൂട്ട്സ് ക്യാൻ ബി പാർട്ട് ഓഫ് ദ കാൻഡിഡേറ്റ് കീ. സോ കാൻഡിഡേറ്റ് കീ ക്യാൻ ബി സിമ്പിൾ ഓർ composite. Okay, now moving to the next type, which is primary key. Primary key എപ്പോഴും ഒരു യുണീക്ക് കീ ആയിരിക്കും. എല്ലാ ടേബിളിലും ഒരു പ്രൈമറി കീ കാണുമായിരിക്കും അല്ലെ. അതായത് യുണീക്ക് കീ ആണ് എന്ന് പറയുമ്പോൾ തന്നെ ഇതിന്ന് നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ് there cannot be any duplicate values. അതുപോലെ തന്നെ നേരത്തെ പോലെ തന്നെ നമുക്കൊരു റിലേഷൻ തന്നു കഴിഞ്ഞിട്ട് വെച്ചാൽ അല്ലെങ്കിൽ ഒരു ടേബിൾ തന്നു കഴിഞ്ഞിട്ട് വെച്ചാൽ അതിലെ ഒരു ടപ്പിൾ അല്ലെങ്കിൽ ഒരു റെക്കോർഡ് അല്ലെങ്കിൽ ഒരു റോ യുണീക്ലി ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൈമറി കീ യൂസ് ചെയ്യുന്നത്. ആൻഡ് വൺ മോർ തിങ്, പ്രൈമറി കീ cannot be null. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൈമറി കീ ഒരിക്കലും നൾ ആവാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ പ്രൈമറി കീ ഒരു സിംഗിൾ കോളം തന്നെ ആവണം എന്നില്ല. ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് മോർ ദാൻ വൺ കോളം ക്യാൻ ഓൾസോ ബി എ പ്രൈമറി കീ ഫോർ എ ടേബിൾ. ഓക്കെ. ഇവിടെ നമ്മൾ ഈ ഇപ്പൊ പഠിച്ച 3 കീസ് ഉണ്ടല്ലോ, സൂപ്പർ കീസ്, കാൻഡിഡേറ്റ് കീസ് ആൻഡ് പ്രൈമറി കീസ്, അതിന്റെ റിലേഷൻഷിപ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. സൂപ്പർ കീന്റെ ഒരു സബ്സെറ്റ് ആണ് കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത്. കാൻഡിഡേറ്റ് കീയുടെ ഒരു സബ്സെറ്റ് ആണ് പ്രൈമറി കീ എന്ന് പറയുന്നത്. പക്ഷെ പ്രൈമറി കീയില് നൾ വാല്യൂസ് പറ്റില്ല, അത് ഓർത്ത് വെക്കണം. ഇവിടെ ഒരു എക്സാമ്പിൾ, സെയിം ടേബിൾ, നേരത്തെ നമ്മൾ യൂസ് ചെയ്ത സെയിം ടേബിൾ തന്നെ എടുത്തിരിക്കുകയാണ് സ്റ്റുഡന്റ് എന്ന് പറയുന്നത്. സൂപ്പർ കീസ് നമുക്കറിയാം. അതുപോലെ തന്നെ നേരത്തെ കാൻഡിഡേറ്റ് കീ, മിനിമൽ സൂപ്പർ കീ ആണ് കാൻഡിഡേറ്റ് കീ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, സ്റ്റുഡന്റ് നമ്പർ ആണ് നമ്മുടെ കാൻഡിഡേറ്റ് കീ എന്ന് പറഞ്ഞിരുന്നു. ഈ സ്റ്റുഡന്റ് നമ്പർ തന്നെ എനിക്ക് വേണമെങ്കിൽ എന്തായിട്ട് കൺസിഡർ ചെയ്യാം, പ്രൈമറി കീ ആയിട്ടും കൺസിഡർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു ടേബിളിൽ മൾട്ടിപ്പിൾ സൂപ്പർ കീസ് ഉണ്ടാവാം, മൾട്ടിപ്പിൾ കാൻഡിഡേറ്റ് കീസ് ഉണ്ടാവാം, പക്ഷെ ഒരു പ്രൈമറി കീയെ കാണുകയുള്ളൂ. അതുപോലെ മറ്റൊരു പോയിന്റും കൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഒരു പ്രൈമറി കീ വേണമെങ്കിൽ ഒരു കാൻഡിഡേറ്റ് കീ ആവാം, അതുപോലെ ഒരു കാൻഡിഡേറ്റ് കീ വേണമെങ്കിൽ ഒരു സൂപ്പർ കീ ആവാം. പക്ഷെ ഒരു കീ സൂപ്പർ കീ ആയതുകൊണ്ട് കാൻഡിഡേറ്റ് കീയോ ഒരു കീ കാൻഡിഡേറ്റ് കീ ആയതുകൊണ്ട് പ്രൈമറി കീയോ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, ആ ഒരു പോയിന്റ് ഓർത്തു വെക്കണം കേട്ടോ. നൗ the very next type of keys in relational model, alternate key.
പ്രൈമറി കീ അല്ലാത്ത ഏതൊരു കാൻഡിഡേറ്റ് കീനെയും നമ്മൾ ഓൾട്ടർനേറ്റ് കീ എന്നാണ് പറയുന്നത്. ഓൾട്ടർനേറ്റ് കീ എന്ന് പറയുന്നത് കാൻഡിഡേറ്റ് കീ തന്നെയാണ്, വിച്ച് ഈസ് നോട്ട് എ പ്രൈമറി കീ. ഓക്കെ, നേരത്തെ ടേബിൾ തന്നെ എക്സാമ്പിൾ ആയി എടുത്തിരിക്കുന്നു. നമുക്ക് സൂപ്പർ കീസ് അറിയാം. ഇതില് കാൻഡിഡേറ്റ് കീ നമുക്ക് ഏതാണെന്ന് അറിയാം, ഇതിലെ പ്രൈമറി കീ ഏതാണെന്നുള്ളത് നമുക്കറിയാം. ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിളിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് സ്റ്റുഡന്റ് നമ്പറും ഫോണും കാൻഡിഡേറ്റ് കീസ് ആണ്. സ്റ്റുഡന്റ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? പ്രൈമറി കീ ആണെങ്കിൽ ഫോൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓൾട്ടർനേറ്റ് കീ ആയിരിക്കും. ഓക്കെ, അത്രയേ ഉള്ളൂ. അതായത് ഓൾ ദ കീസ് വിച്ച് ആർ നോട്ട് പ്രൈമറി കീസ് ആർ കോൾഡ് ഓൾട്ടർനേറ്റ് കീസ്. ഈ ഓൾട്ടർനേറ്റ് കീസിനെ നമുക്ക് വേണമെങ്കിൽ സെക്കൻഡറി കീ എന്ന് പറയാം. ഓക്കെ, ഈ ഓൾട്ടർനേറ്റ് കീസിന്റെ കേസിൽ വേണമെങ്കിൽ വാല്യൂസ് റിപ്പീറ്റഡ് ആയിട്ട് വരാം കേട്ടോ. അനദർ ടൈപ്പ് ഓഫ് കീ എന്ന് പറയുന്നത് ഫോറിൻ കീ ആണ്. സപ്പോസ് ഒരു ടേബിളിനകത്തുള്ള ഒരു കോളം അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് കോളംസ് അത് വേറൊരു ടേബിളിലെ പ്രൈമറി കീ ആണെങ്കിൽ ആ കോളത്തിനെ നമുക്ക് എന്തെന്ന് പറയാം? ഫോറിൻ കീ എന്ന് പറയാം. അതായത് ഡിഫറെന്റ് ടേബിൾസ് തമ്മിൽ ഒരു ലിങ്ക് ആണ് ഫോറിൻ കീ എന്ത് ചെയ്യുന്നത്? എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ കണ്ടായിരുന്നു സ്റ്റുഡന്റ് ടേബിൾ. സ്റ്റുഡന്റ് ടേബിളിനകത്ത് പ്രൈമറി കീ ആയിരുന്നു ഫസ്റ്റ് കോളം തന്നെ, അതായത് സ്റ്റുഡന്റ് നമ്പർ എന്ന് പറയുന്ന കോളം. അതായത് ആ ടേബിളിനകത്തുള്ള റെക്കോർഡ്സ് യുണീക്ലി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഈ സ്റ്റുഡന്റ് നമ്പർ എന്ന് പറയുന്ന പ്രൈമറി കീ യൂസ് ചെയ്തിരുന്നത്. സി, എനിക്ക് വേറൊരു ടേബിൾ ഉണ്ട് സ്റ്റുഡന്റ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട്. അതിനകത്തും സ്റ്റുഡന്റ് നമ്പർ എന്ന് പറയുന്ന ഒരു കോളം ഉണ്ട്. ഇതിൽ സ്റ്റുഡന്റ് നമ്പർ, ടീച്ചർ നമ്പർ, കോഴ്സ് നമ്പർ എന്നൊക്കെ പറഞ്ഞ കോളംസ് ഉണ്ട്. ഓരോ സ്റ്റുഡൻസും ഏതൊക്കെ കോഴ്സസ് ആണ് എൻറോൾ ചെയ്തിരിക്കുന്നത്, അത് ഏത് ടീച്ചറാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്, അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടേബിൾ യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. സോ ഒരു സ്റ്റുഡന്റ് തന്നെ മൾട്ടിപ്പിൾ കോഴ്സസ് ചിലപ്പോൾ എൻറോൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. സെയിം കോഴ്സ് തന്നെ മൾട്ടിപ്പിൾ ടീച്ചേഴ്സ് ചിലപ്പോൾ കൈകാര്യം ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പൊ ഇവിടെ ഈ ഒരു സ്റ്റുഡന്റ് നമ്പർ എന്ന് പറയുന്ന ഈ ഒരു കോളം ഒരു ഫോറിൻ കീ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. കാരണം ഈ കോളം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ സെയിം കോളം തന്നെ നമ്മുടെ സ്റ്റുഡന്റ് ടേബിളിനകത്തുള്ള സ്റ്റുഡന്റ് എന്ന് പറയുന്ന ടേബിളിലെ പ്രൈമറി കീ ആണ് സ്റ്റുഡന്റ് നമ്പർ എന്ന് പറയുന്നത്. നോക്കൂ, സ്റ്റുഡന്റ് നമ്പർ ഇൻ സ്റ്റുഡന്റ് കോഴ്സ് ഈസ് എ ഫോറിൻ കീ. ഏതിനെയാണ് റെഫർ ചെയ്യുന്നത്? റെഫറൻസിങ് സ്റ്റുഡന്റ് നമ്പർ ഇൻ സ്റ്റുഡന്റ് ടേബിൾ. ഓക്കെ, നമ്മൾ ഏത് റിലേഷനെയാണ് റെഫർ ചെയ്യുന്നത്? ദ റിലേഷൻ വിച്ച് ഈസ് ബീയിങ് റെഫറൻസ്ഡ്. ഇവിടെ സ്റ്റുഡന്റ് ആണ് റെഫറൻസ് ചെയ്യപ്പെടുന്ന റിലേഷൻ അല്ലെ, ഇതിനെ റെഫറൻസ്ഡ് റിലേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ കറസ്പോണ്ടിങ് ആട്രിബ്യൂട്ട്, ഏത് ആട്രിബ്യൂട്ട് ആണ് നമ്മൾ റെഫർ ചെയ്യുന്നത്? സ്റ്റുഡന്റ് നമ്പർ അല്ലെ. ആൻഡ് ദിസ് ആട്രിബ്യൂട്ട് ഈസ് കോൾഡ് റെഫറൻസ്ഡ് ആട്രിബ്യൂട്ട്. ഈ രണ്ട് ടെർമിനോളജീസ് ജസ്റ്റ് മെൻഷൻ ചെയ്തു എന്ന് മാത്രം. സോ ഈ രണ്ട് ടേംസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദ റെഫറൻസ്ഡ് ആട്രിബ്യൂട്ട് ഓഫ് ദ റെഫറൻസ്ഡ് റിലേഷൻ ഷുഡ് ബി ദ പ്രൈമറി കീ ടു ഇറ്റ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ആട്രിബ്യൂട്ടിനെ ഈ ടേബിളിലെ ഫോറിൻ കീ ആണ് എന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, സോ ദ ഫോറിൻ കീ ഈസ് എ കീ ദാറ്റ് ആക്ട്സ് ആസ് എ primary key in one table and acts as secondary key in another table. രണ്ടോ അതിലധികമോ ടേബിൾസിനെ അല്ലെങ്കിൽ റിലേഷൻസിനെ അറ്റ് എ ടൈം കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫോറിൻ കീ യൂസ് ചെയ്യുന്നത്. ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു ലിങ്ക് ആണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഒരു ക്രോസ് റെഫറൻസ് ബിറ്റ്വീൻ ടേബിൾസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് കീ ആണ് കോമ്പോസിറ്റ് കീ. കോമ്പോസിറ്റ് കീ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിമ്പിൾ ഓർ കോമ്പോസിറ്റ് കീസ് എന്നുള്ള ഒരു ടെർമിനോളജി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിമ്പിൾ എന്ന് പറയുമ്പോൾ ചില സമയത്ത് ടേബിളിനകത്തുള്ള ഒരു സിംഗിൾ കോളം അല്ലെങ്കിൽ സിംഗിൾ ആട്രിബ്യൂട്ട് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? ആ ടേബിളിലെ എല്ലാ റെക്കോർഡ്സിനെയും യൂണീക്ലി ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ആ ടേബിളിനകത്തുള്ള റോസ് നമുക്ക് യൂണീക്ലി ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ രണ്ടോ അതിലധികമോ കോളംസോ ആട്രിബ്യൂട്ട്സോ എന്ത് ചെയ്യേണ്ടി വരും? കമ്പൈൻ ചെയ്യേണ്ടതായിട്ട് വരും.
ചില സമയത്ത് ആ കോമ്പിനേഷൻ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ചിലപ്പോൾ പ്രൊവൈഡ് ചെയ്തു എന്ന് വരാം. അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യില്ല എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷെ നമുക്ക് യൂണിക്ലി ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു മാർഗം വേണ്ടേ. സോ വി കമ്പൈൻ ഇത് 2 or more columns or what we say 2 or more attributes. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ടേബിളിനകത്തുനിന്ന് നമുക്ക് റോസ് യൂണിക്ലി ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഒപ്റ്റിമൽ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഫൈൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ ഒപ്റ്റിമൽ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഉണ്ടല്ലോ, ഈ റോസിനെ യൂണിക്ലി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒപ്റ്റിമൽ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ്, അതായിരിക്കും പിന്നെ ആ ഒരു ടേബിളിലെ പ്രൈമറി കീ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ 2 or more attributes used together ആണെങ്കിൽ we can say that it's a composite key. 2 or more attributes ഒരു കീ ആയിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ 2 ടേബിൾസ് കണ്ടിട്ടുണ്ടായിരുന്നു. സോ സ്റ്റുഡന്റ് ടേബിളിനകത്ത് നിങ്ങൾ നോക്കൂ. സ്റ്റുഡന്റ് ടേബിളിനകത്ത് ഇത് ഈസി ആയിരുന്നു. നമുക്ക് സ്റ്റുഡന്റ് നമ്പർ മാത്രം വെച്ചിട്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു? ഈ സ്റ്റുഡന്റ് ടേബിളിലെ റോസ് യൂണീക്ലി ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഇതൊരു യൂണീക്ക് കീ ആണ്. സ്റ്റുഡന്റ് നമ്പർ എന്ന് പറയുന്ന പ്രൈമറി കീ ആണ്, യൂണീക്ക് കീ ആണ്, അല്ലേ? നമുക്ക് ഒറ്റ ഒരു കോളം വെച്ച് തന്നെ ഇതിനകത്തുള്ള എല്ലാ റോസും യൂണീക്ലി ഐഡന്റിഫൈ ചെയ്യാമായിരുന്നു. പക്ഷേ സ്റ്റുഡന്റ് കോഴ്സിന്റെ കേസിൽ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. സ്റ്റുഡന്റ് കോഴ്സ് എന്ന ടേബിൾ എടുക്കുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ സ്റ്റുഡന്റ് നമ്പറും അതുപോലെ തന്നെ കോഴ്സ് നമ്പറും കൂടെ കമ്പൈൻ ചെയ്ത് എടുത്തിട്ട് വെച്ചാലായിരിക്കും എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക? ഈ ടേബിളിനകത്തുള്ള റോസ് എനിക്ക് യൂണീക്ലി ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ ഇൻ സച്ച് സെനാരിയോസ് ഐ ക്യാൻ സേ ദാറ്റ് ദിസ് കോമ്പോസിറ്റ് കീ combination of student number and course number is used to uniquely identify each row in this given table, which is student course table. Okay, this is what composite key means. ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീസ്. റിലേഷണൽ മോഡൽസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീസ് ഇതൊക്കെയാണ്. അപ്പൊ ഈ വീഡിയോയ്ക്കകത്ത് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. ഇതിന് ഷുവർ ആയിട്ടും ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഈ കീ എന്താണ് എന്ന് ചോദിച്ചുകൊണ്ടാവണം എന്നില്ല. ആ കീസ് എന്താണെന്ന് മനസ്സിലാക്കിയാലേ ഇനിയുള്ള നോർമൽ ഫോംസിലും മറ്റും നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻസ് ആണ്, നമുക്ക് ഇതിന്റെ ഈ ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽസ് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാവുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നേക്കാം. സോ വി നീഡ് ടു നോ വാട്ട് ആർ ദ കീസ്, എന്താണ് ആ ഓരോ കീ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. അപ്പൊ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ദ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. സൈനിങ് ഓഫ്, യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. സ്റ്റേ ഫോക്കസ്ഡ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ് ടു യു.